സംസ്ഥാന സർക്കാരിന്റെ നൈപുണ്യ വികസന പദ്ധതിയായ വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായി നാട്ടിക പഞ്ചായത്ത് ഫെസിലിറ്റേഷൻ യോഗം പഞ്ചായത്ത് ഹാളിൽ നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിജ്ഞാന കേരളം ഗൾഫ് തൊഴിൽ മേളയുടെ പോസ്റ്റർ പ്രദർശനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. KRP പ്രൊഫസർ M.B. മധു പദ്ധതി വിശദീകരണം നടത്തി. കമ്മ്യൂണിറ്റി അംബാസിഡർ വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ P. വിനു, സുരേഷ് ഇയാനി, റസീന ഖാലിദ്, CS മണികണ്ഠൻ, അനന്തലക്ഷ്മി, വിജ്ഞാന കേരളം പഞ്ചായത്ത് ഇൻചാർജ് ദീപ എന്നിവർ സംസാരിച്ചു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും 2 ദിവസം മുമ്പ് തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിലത് മറ്റ് കമ്പനികൾ നേരിട്ട് സർക്കാരിന് കീഴിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ആയിരിക്കും ഒരു വിഷയം. പിന്നെ തൊഴിലില്ല എന്നൊന്നും നമ്മൾ പറയില്ല. അത് അവർ ഉദ്ദേശിക്കുന്ന തൊഴിലിലേക്ക് എത്താനായിട്ട് പറ്റുമ്പോഴാണ് അവരതിലേക്ക് വില്ലിങ് ആകും. എല്ലാവർക്കും ഒരു മാനസിക സന്തോഷമുണ്ടാവും. കാരണം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ വികസിത തൊഴിൽ മേഖലയിൽ നമ്മളാരുമില്ല. ശരിക്കും ഒരാളുമില്ല. ഏതാണ്ട് 3200 കോടി രൂപ ഒരു മാസത്തിൽ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികൾ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ കണക്കാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്. ബാങ്ക് വഴി അയക്കുന്ന കണക്കാണ്. അപ്പുറത്ത് ബാങ്ക് വഴി അപ്പോൾ അയക്കാത്തത് എത്രയുണ്ടാവും?